നോബൽ ബാരിക്കാരൻ ഒരു ഭാഗത്ത് രാഹുലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്ത്രീ വിരുദ്ധ നിലപാടെടുക്കുന്ന പെൺകുട്ടികളെ ഇതേപോലെ പ്രെഡേറ്ററായിട്ട് വേട്ടക്കാരായി പെൺകുട്ടികളെ ഇരയാക്കി മാറ്റുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷം ഈ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാവുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഈ പറഞ്ഞ സ്നേഹിക്കും അരിതയ്ക്കും ഈ പറഞ്ഞ അഭിജിത്തിനും അബിൻ വർക്കിക്കും ഒക്കെ ഒപ്പമാണ്. പക്ഷേ ന്യൂനപക്ഷമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ മറ്റൊരു യൂത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് വരാനില്ല. എന്നാൽ അബിൻ വർക്കിക്ക് അനുകൂലമായ ഒരു വിഭാഗം കളമൊരുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രത്തിന് തന്നെ കത്തയച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നോബൽ കേരളത്തിൽ നിന്ന് കുറച്ച് കത്തുകൾ അങ്ങ് കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അബിൻ വർക്കിക്ക് വേണ്ടി എന്നാണല്ലോ അറിയുന്നത്. ആരൊക്കെയാണ് അതിന് പിന്നിലുള്ളത്? നോബൽ ബാരിക്കാരൻ, എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? അരുൺ, സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷനെ വേണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൂടെ അതിന്റെ ഭാരവാഹികൾ എത്തിയതാണ്. സ്വാഭാവികമായും ഇനിയിപ്പോൾ പുതിയ അധ്യക്ഷനെ പരിഗണിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം രണ്ടാമത്തെ വോട്ട് നേടിയ 1,67,000 വോട്ട് നേടിയ അബിൻ വർക്കിയെ തന്നെ പരിഗണിക്കണം എന്നാണ് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നത്. കാരണം മറ്റ് പല പേരുകളും ദേശീയ നേതൃത്വം പരിഗണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ബിനു ചുല്ലിന്റെ പേര് പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ KM അഭിജിത്ത് അടക്കമുള്ള പേരുകൾ രംഗത്തേക്ക് വരുന്നു. സ്വാഭാവികമായും ഈ ആളുകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുകയോ ചെയ്തില്ല. സ്വാഭാവികമായും അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കരുത്ത് പോലും തെളിയിക്കാത്ത ആളുകളെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുക എന്ന ചോദ്യമാണ് പ്രധാനമായും അബിൻ വർക്കിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കത്തുകൾ ഇതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു വശത്ത് കെ സി വേണുഗോപാൽ ബിനു ചുള്ളിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് തന്നെ കത്തയച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം കെ സി കത്തയച്ചാലും അതിൽ പരിഹാരം ഉണ്ടാകില്ല എന്നൊരു വിഭാഗം അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. എന്താണെങ്കിലും ഈ കത്ത് പ്രകാരം 30ഓളം വരുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ നിലവിലത്തെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ 3 ജില്ലാ അധ്യക്ഷന്മാരും ഇത്തരത്തിൽ അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനായി തന്നെ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ബിനു ചുള്ളിന് പുറമെ KM അഭിജിത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ഈ 2 പേരുകളും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഒരു വിഭാഗം നിലപാട് പറയുന്നു. കാരണം ബിനു ചുള്ളിലാണെങ്കിൽ 1 മാസം പോലും ആയിട്ടില്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട്. അത്തരത്തിൽ ഒരാൾ എങ്ങനെയാണ് വീണ്ടും മറ്റു പദവിയിലേക്ക് ഉടനെ തന്നെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന ചോദ്യം പ്രധാനമായും വരുന്നു. KM അഭിജിത്തിന്, അതായത് നിലവിൽ ഒരു ഫോർമുല വരുന്നത് എന്ന് പറയുന്നത് ബിനു ചുള്ളിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റിക്കൊണ്ട് KM അഭിജിത്തിനെ ദേശീയ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം, അത്തരത്തിലൊരു ഫോർമുല ഉണ്ടായിക്കൊണ്ട് വരുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ആ ഫോർമുല അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് അവർ പങ്കുവയ്ക്കുന്നു. നേരിട്ട് രാഹുൽ ഗാന്ധിയെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്ക അറിയിക്കുന്നു. അബിൻ വർക്കി കൊടിയാട്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ലക്ഷത്തിലധികം വോട്ട് നേടി സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ആ കമ്മിറ്റിയിൽ നേടിയ രണ്ടാമത്തെ വോട്ട് എന്ന് പറയുന്നത് 1,67,000 അതിന് താഴെ അരിതാബാബു അടക്കമുള്ളവർ 30,000 താഴെ മാത്രമാണ് വോട്ട് പിടിച്ച സാഹചര്യമുള്ളത്. സ്വാഭാവികമായും എന്തായാലും യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കു ശേഷം അഭിപ്രായ ഭിന്നതകളുണ്ട്. ഭിന്നതകളൊക്കെ നല്ലതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം നല്ലതല്ല, സ്നേഹയെ പോലുള്ള നേതാക്കളെ ഈ യൂത്ത് കോൺഗ്രസിൽ അല്പമെങ്കിലും ഈ നന്മ അവശേഷിച്ചിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ പ്രസ്ഥാനം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. ഇന്നുവരെയും അധികാര സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടാത്ത മനുഷ്യരുണ്ട്. അതിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ. യൂത്ത് കോൺഗ്രസിലേക്ക് എല്ലാം സമർപ്പിച്ച് കഴിയുന്ന മനുഷ്യരുണ്ട്. അവരുടെ ഇന്നും ആത്മാഭിമാനത്തെ ഇനിയും കയറി ഒരുപാട് മാന്താനും തൊണ്ടാനും നിൽക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.